സ്വാമിജി സ്വാമിജി തന്നെയാണ് ഇതിന്റെ ആധികാരികമായിട്ടുള്ള കാര്യങ്ങൾ തുടക്കം കുറിക്കാൻ വേണ്ടി യോഗ്യൻ എന്നുള്ളത് കൃത്യമായിട്ടും വ്യക്തിത്വമുള്ളത് എന്ന് അറിയാം. അതുകൊണ്ട് തന്നെ സ്വാമിജിയോടാണ് എന്റെ ഒരു ചോദ്യം. ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് BJP ഇടയായിട്ടുള്ള ഒരു കാരണം എന്താണ്? ഇതിന്റെ ആ ഒരു ദൗത്യം ഏതുവരെ എത്തി എന്നുള്ള കാര്യങ്ങൾ ആമുഖമായിട്ട് തന്നെ സ്വാമി തന്നെ തുടങ്ങിക്കോളും. സന്യാസി തന്നെ ക്ഷേത്രകാര്യങ്ങൾ അഭിപ്രായം പറയുന്നത്, ഇത് ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രശസ്തമായ ഒരു തീർത്ഥാടന കേന്ദ്രം എന്ന നിലയിൽ ആണ് എരുമേലി ശബരിമല ശ്രീ അയ്യപ്പസ്വാമി ക്ഷേത്രം നിലകൊള്ളുന്നത്. നാളിതുവരെ അവിടെ നമ്മൾ ഏതെങ്കിലും തരത്തിലൊരു വിഭാഗത്തെ അവിടെ ഈ ആരാധനാക്രമത്തോട് ചേർന്ന് വ്രതം ധരിച്ച് അവിടെ ഉപാസന ചെയ്യുന്നതിന് തടസ്സം നിന്നിട്ടില്ല. ശബരിമല ക്ഷേത്രത്തിൽ പോകുന്നതിന് അത് ഭാരതത്തിന്റെ ഒരു പൊതു സ്വഭാവം കൂടിയാണ്, എല്ലാവരെയും ഉൾക്കൊള്ളുക എന്നുള്ളത്. പക്ഷേ അത് സംബന്ധിച്ച് ചിലരെ ഏതെങ്കിലും ഒരു വിഭാഗം അങ്ങനെയുള്ള ഒരു ഉൾക്കൊള്ളലിനെ മുതലെടുപ്പിനുള്ള മാർഗമായിട്ട് എടുക്കുന്നുണ്ടോ എന്നുള്ളത് നമുക്ക് ഇന്നത്തെ കാലത്ത് വലിയൊരു ആശങ്കയായിട്ട് നിൽക്കുന്നു. കാരണം ശബരിമലയെ സംബന്ധിച്ചിടത്തോളം അതിന്റെ വാണിജ്യ കേന്ദ്രങ്ങൾ പോലും, അതിന്റെ ഈ ലേലം വിളിക്കുന്ന വാണിജ്യ കേന്ദ്രങ്ങൾ പോലും ഹിന്ദുക്കൾക്ക് അന്യമാകുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിയിരിക്കുന്നു. കച്ചവടക്കാർ പോലും ഹിന്ദുക്കള് വളരെ കുറഞ്ഞ് മറ്റ് മതസ്ഥരൊക്കെ കയറുന്ന സ്ഥിതി. ഇതൊക്കെ പറയേണ്ടി വരുന്നതിൽ വളരെ വലിയ കഷ്ടമുണ്ടെന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. കാരണം ഇതൊന്നും പറയാൻ ഹിന്ദു ഒരിക്കലും ആഗ്രഹിക്കുന്നതല്ല. പക്ഷെ ബോധപൂർവം ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ നടക്കുമ്പോൾ ഇത് പറയേണ്ടതായിട്ട് വരികയാണ്, നിർബന്ധിതരാകുകയാണ്. അതിന്റെ ഫലമായിട്ടാണ് വിശ്വ പരിഷത്തിന്റെ സംസ്ഥാന അധ്യക്ഷൻ വിജയ് തമ്പി സാറ് ഒരു ആഹ്വാനം കേരള സമൂഹത്തോട്, ഹിന്ദു സമൂഹത്തോട്, അയ്യപ്പ ഭക്തരോട് പറഞ്ഞിരിക്കുന്നു. ഇത് വാവർ എന്ന് പറയുന്നത് അയ്യപ്പ ക്ഷേത്ര സങ്കേതവുമായിട്ട് ബന്ധമുള്ളതല്ല. അതുകൊണ്ട് തന്നെ വാവര് മസ്ജിദിനകത്ത് അയ്യപ്പന്മാര് പ്രവേശിക്കേണ്ടതില്ല എന്ന രീതിയിൽ പറഞ്ഞിട്ടുണ്ട്. അത് എടുക്കേണ്ടത് കേരള സമൂഹമാണ്, ഹിന്ദു സമൂഹമാണ്, അയ്യപ്പന്മാരാണ്. എങ്ങനെ സ്വീകരിക്കണം, അത് തള്ളിക്കളയണോ സ്വീകരിക്കണോ എന്നുള്ളതൊക്കെ അവരുടെ മനോധർമ്മത്തിൽ പെടുന്നതാണ്, അവരുടെ സ്വാതന്ത്ര്യത്തിൽ പെടുന്നതാണ്. അതിലൊന്നും നമ്മൾ ആരും കൈകടത്താൻ ഉദ്ദേശിക്കുന്നില്ല. പക്ഷെ യാഥാർത്ഥ്യങ്ങൾ പറഞ്ഞാൽ മതിയോ. കുറച്ചു കാലം മുമ്പ് വരെ നമ്മുടെയൊക്കെ ചെറുപ്പത്തില് എരുമേലിയില് പോകുമ്പോ കണ്ടിരുന്നത് അവിടെ വാവര് നട എന്ന് എഴുതി വെച്ചിരുന്നത് കണ്ടിട്ടുണ്ട്. അന്ന് പള്ളിയർ വളരെ ചെറിയൊരു ഷെഡ് മാതിരി തന്നെ മാത്രം ഇരിക്കുന്ന ഒരു സാഹചര്യമായിരുന്നുണ്ട്. വാവര് നട എന്നാണ് അവിടെ എഴുതിയിരുന്നത്. അപ്പോഴും ഇതുപോലെ തന്നെ അയ്യപ്പന്മാര് കയറുന്നുണ്ട്, വാവര് നടയിൽ പോകുന്നു. പക്ഷെ ഇപ്പൊ അവിടെ എഴുതി വെച്ചിരിക്കുന്നത് വാവര് പള്ളി എന്നാണ്. ഒരു മോസ്കിന്റെ എല്ലാ രൂപഭാവങ്ങളും അതിൽ കൈവരിച്ചു കഴിഞ്ഞു. വലിയൊരു മോസ്കിന്റെ, ഇതൊന്ന് ഇന്ത്യയിലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു വലിയ വലിപ്പത്തിലുള്ള ഒരു മോസ്കായിട്ട് മാറിയിട്ടുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഒരു ക്ഷേത്രത്തിലേക്ക് അയ്യപ്പന്മാരെ സംബന്ധിച്ചിടത്തോളം ഒരു മണ്ഡലകാലത്തിന്റെ വ്രതം ധരിച്ചുകൊണ്ടാണ്, വ്രതധാരണത്തോടു കൂടിയാണ് ശബരിമല തീർത്ഥാടനം നടത്തുന്നത്. അല്ലാതെ കേവലം പെട്ടെന്നൊന്ന് പോകുക തിരിച്ചു വരിക എന്ന രീതിയിലല്ല. ഒരു ഹോളി മാസ് കൂടുന്നത് പോലെയോ അല്ലെങ്കിൽ ഒന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് കയറിയിട്ട് ഇറങ്ങി വരുന്നത് പോലെയല്ല അയ്യപ്പ സങ്കേതത്തിൽ ഈ ആരാധനാക്രമം ചിട്ടപ്പെടുത്തിയിട്ടുള്ളത്. അതിന് വളരെ ദീർഘമായ ഒരു വ്രതം ധരിക്കുന്ന ഒരു ആചരണ വ്യവസ്ഥ അതിനുണ്ട്. അപ്പൊ ഈ കാലയളവില് എല്ലാ ഭൗതികമായ സുഖഭോഗങ്ങളും, അത് ഭക്ഷണത്തിന്റെ കാര്യത്തിലാണെങ്കിലും അതുപോലെ തന്നെ സ്ത്രീ പുരുഷ ബന്ധത്തിന്റെ കാര്യത്തിലാണെങ്കിലും ഒക്കെ ഇതെല്ലാം ഒഴിവാക്കിക്കൊണ്ടുള്ള ഒരു കാലമാണ് ഈ സമയത്ത് അയ്യപ്പന്മാർ നിർവഹിക്കുന്നത്. കേരളത്തിന് പുറത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയ്യപ്പന്മാര് വീടിന് പോലും വെളിയിലാണ് കിടക്കുന്നത്. അതായത് സ്ത്രീയെ, തന്റെ ഭാര്യയെ പോലും കാണാൻ ഇടവരരുത്, പെൺമക്കളെ പോലും കാണണ്ട എന്ന രീതിയിൽ വെളിയിൽ തന്നെ കിടന്നിട്ടാണ് ഇവര് അത്രയും മനഃശുദ്ധിയോടുകൂടി വ്രതം ധരിച്ചുകൊണ്ട് ശബരിമലയിലേക്ക് പോകുന്നത്. അപ്പൊ ശബരിമലയിൽ പോകുമ്പോ പക്ഷേ ഈ വ്രതത്തിൽ ഏറ്റവും മുഖ്യമായത് മത്സ്യമാംസാദികൾ ഉപേക്ഷിക്കുക, മദ്യം തുടങ്ങിയതൊക്കെ ഉപേക്ഷിക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ്, വ്രതത്തിന്റെ ഭാഗമാണ്. അപ്പൊ ആ വ്രതം വാസ്തവത്തില് ഈ എരുമേലിയിൽ എത്തുമ്പോൾ ലംഘിക്കപ്പെടുന്നുണ്ടോ എന്ന് സംശയമുണ്ട്. കാരണം
ഒന്ന്, എരുമേലിയെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ടത് എരുമേലിയിലുള്ള എല്ലാ ഒരു ഒട്ടുമുക്കാൽ കടകളും മത്സ്യമാംസാദികൾ വിൽക്കുന്ന കടകളാണ്. ഈ മത്സ്യക്കടകൾ നിരന്നിരിക്കുന്ന രീതിയിൽ കൂടെയാണ് അയ്യപ്പന്മാർ നടന്നു പോകുന്നത്. മാംസം തൂക്കിയിട്ടിരിക്കുന്ന വഴിയിൽ കൂടിയാണ് അയ്യപ്പന്മാർ നടന്നു പോകുന്നത്. ഇതുപോലുള്ള അങ്ങനെയുള്ള ഒരു തന്നെ ഉണ്ടാക്കുന്ന ഭക്ഷണം കഴിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതിനകത്ത് തന്നെ ഭക്ഷണത്തെ സംബന്ധിച്ചോളം നമുക്ക് കിട്ടുന്നതല്ലാതെ നമുക്ക് അതിനകത്ത് എന്താണ് എന്നൊന്നും നമുക്കൊന്നും ആർക്കും ഒന്നും പറയാൻ കഴിയില്ല. അപ്പൊ അതാണ് കഴിക്കുന്നത്. എന്നിട്ട് മത്സ്യമാംസാദികള് കഴിക്കുന്നതിന് യാതൊരു അയിത്തവും കൽപ്പിക്കാത്ത, അത് ശരീരത്തിനും അത് ഈശ്വരൻ അനുവദിച്ചതാണ്. ആ ഭക്ഷണം ഈശ്വരനാൽ അനുവദിക്കപ്പെട്ട ഭക്ഷണമാണ് എന്ന് വളരെ അഭിമാനത്തോടു കൂടി പറയുന്ന ഒരു മോസ്കില്, ഒരു പള്ളിയില്, ഞാൻ ഇന്നിപ്പോ അങ്ങനെ ബാബര് നടാന്നല്ല പറയുക, ഒരു പള്ളിയില് കയറിയിട്ട്, അപ്പൊ അവിടെ എല്ലാവരും ഉള്ളത്, പള്ളിയിലുള്ളവരെല്ലാം ഈ പറയുന്ന മത്സ്യമാംസാദികൾ കഴിക്കുന്നവർ തന്നെയാണ്. അതിനകത്തല്ലാത്തവരാരും ഇല്ല. അപ്പൊ ഞാൻ പറഞ്ഞത് തമിഴ്നാട്ടിൽ നിന്നും കർണാടകയിൽ നിന്നും ആന്ധ്രയിൽ നിന്നും സ്വന്തം ഭാര്യയും മകളെയും പോലും കാണാതെ ആ കാഴ്ചയുടെ അത് ഒരു ദോഷം പോലും സംഭവിക്കരുതെന്ന രീതിയിൽ വ്രതത്തോടു കൂടി വരുന്നവര് ഇവിടെ വന്നിട്ട് ഇതെല്ലാം ലംഘിക്കപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്ക് കടന്നു കയറേണ്ട ഒരു ഗതികേട്. അതപ്പോ സ്വാഭാവികമായിട്ടും നമുക്കറിയാമല്ലോ, ഇതൊക്കെ ഒരു വൈബ്രേഷന്റെ ഭാഗമാണ്. ഇപ്പൊ അത് പുതിയ പഠനങ്ങളൊക്കെ വരുന്നുണ്ട്. വൈബ്രേഷൻസ് എങ്ങനെയാണ് നമ്മളെ ബാധിക്കുന്നത്, മനസ്സിനെ ബാധിക്കുന്നത്, ബോധത്തെ ബാധിക്കുന്നത്, അതുപോലെ തന്നെ ശരീരത്തെ വരെ ബാധിക്കുന്നത് എന്നൊക്കെ നമ്മളിപ്പോ പുതിയ ആധുനിക പഠനങ്ങളൊക്കെ എത്തിയിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഒരു വൈബ്രേഷൻ ശരീരത്തിൽ സൃഷ്ടിക്കപ്പെടുന്നുണ്ട്. കാരണം അങ്ങനെ സംസർഗത്തിലേക്കാണ് നമ്മൾ ചെന്ന് കയറുന്നത്. അവിടെ വളരെ ആശ്ചര്യത്തോടു കൂടി, വാസം പറഞ്ഞാൽ നോക്കുന്ന കണ്ടു കഴിഞ്ഞാൽ കഷ്ടം തോന്നും. ഈ അയ്യപ്പന്മാര് വന്നിട്ട് അതിനകത്ത് എന്തോ ഇരിക്കുന്നുള്ള രീതിയിൽ ഇങ്ങനെ സൂക്ഷ്മമായിട്ട് അതിനകത്തേക്ക് നോക്കി നമസ്കരിച്ച് വളരെ ഭക്തിയോട്, അതൊക്കെ ശുദ്ധ മനസ്സിന്റെ ഭാഗമാണ്, ഭക്തിയുടെ ഭാഗമാണ്. പക്ഷേ ഇത്രയും ഭക്തിയോടുകൂടി സമീപിക്കുന്നത് ഇങ്ങനെ ഒരു വ്രതം തെറ്റിപ്പോകുന്നതിന് കാരണമാകുന്നില്ലേ എന്നത് ചിന്തിച്ചേ മതിയാവൂ. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു സംവിധാനം ആണ് ഇനിയും വരും കാലങ്ങളിൽ നിലനിൽക്കുന്നതെങ്കിൽ ഭക്തന്റെ വ്രതധാരണത്തിന് വലിയ സ്കോപ്പൊന്നും ഉണ്ടാകാതെ വരും. ഭക്തൻ വെറുതെ അവിടെ മാത്രം തന്റെ ഇടത്തിൽ മാത്രം ചെയ്യുകയും ഇവിടെ വരുമ്പോൾ എല്ലാം തെറ്റുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തും. അപ്പോൾ വ്രതധാരണം ഈ പറയുന്ന പോലെ വൈബ്രേഷൻ ഉണ്ടാക്കുന്നത് കൊണ്ട് നമ്മുടെ ശരീരത്തിലെ എൻസൈമുകൾ പോലും പ്രവർത്തിക്കും. അപ്പൊ ആ എൻസൈമുകൾ നമ്മുടെ ബുദ്ധിയെ സ്വാധീനിക്കും, നമ്മുടെ ചിത്തത്തിനെ, മനസ്സിനെ സ്വാധീനിക്കും, ശരീരത്തെയൊക്കെ സ്വാധീനിക്കും. അപ്പൊ ഈ ചിത്തത്തിനെയും മനസ്സിനെയും ഒക്കെ സൂക്ഷ്മമാക്കുക, ശുദ്ധമാക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് നമ്മൾ വ്രതം ധരിക്കുന്നത്, തീർത്ഥാടനം ചെയ്യുകയും ചെയ്യുന്നത്. അല്ല മറ്റൊന്നും നമ്മളൊന്നും പറയുന്നില്ല. അപ്പോ ആ ഉദ്ദേശിക്കുന്ന ലക്ഷ്യം നമ്മുടെ മനസ്സിനെയും ചിത്തത്തിനെയും അതുപോലെ തന്നെ ബുദ്ധിയെയും ശരീരത്തിനെയും ശുദ്ധീകരിക്കുന്ന പ്രക്രിയക്ക് ഈ വൈബ്രേഷൻ കാരണം തന്നെ തടസ്സമായിട്ട് വരും എന്നുള്ളതാണ് അതിനകത്ത് പ്രഥമമായിട്ട് പറയാനുള്ളത്. അതുകൊണ്ട് തന്നെ ഇപ്പോ അദ്ദേഹം ഈ വിജിത്തമ്പി സാർ പറഞ്ഞത് അത്ര നമുക്ക് തള്ളിക്കളയാൻ കഴിയുന്ന ഒരു സംഗതിയല്ല. അത് വളരെ പ്രാധാന്യത്തോടു കൂടി നോക്കണം. പക്ഷെ ഇതൊന്നും എളുപ്പത്തിൽ നടക്കുന്ന കാര്യമല്ല. എളുപ്പത്തിൽ നടക്കുകയില്ല എന്ന് പറയാൻ കാരണം വളരെ ദീർഘകാലമായിട്ട് ഇതിങ്ങനെയാണ് നടന്നു വരുന്നത്. അത് ഒരു സുപ്രഭാതത്തിൽ അങ്ങോട്ട് അങ്ങനെ ഇരുന്നിട്ട് കയറാൻ പാടില്ല എന്ന് അയ്യപ്പന്മാരോട് പറഞ്ഞാൽ അയ്യപ്പന്മാർ തന്നെ ബഹളം ഉണ്ടാക്കുന്ന സാഹചര്യം ഉണ്ടാകും. വിശേഷിച്ചും എരുമേലിയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ വളരെ കൂടിയൊരു മതേതരത്വ രീതിയിൽ കൂടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. മതേതരത്വം എന്നാണ് അവർ കരുതുന്നത്. ഇതാണ് മതേതരത്വം. അങ്ങനെ ഒരു ബോധത്തിൽ കൂടെയാണ് കഴിയുന്നത്. കാരണം ഇതെല്ലാം എരുമേലിയിലെ ഹിന്ദുക്കൾക്കടക്കം, ഇതൊരു യാഥാർത്ഥ്യമാണ്, ഹിന്ദുക്കൾക്കടക്കം ഇതൊരു വാണിജ്യത്തിനുള്ള ഒരു സംഗതിയിലേക്ക്, ഇത് ആ സമയത്ത് വരുമാനം ഉണ്ടാക്കുന്നതിലേക്കായി മാറിയിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ ഒരു വാണിജ്യ ലക്ഷ്യത്തോടു കൂടിയൊക്കെ മാറിയതിന് കാരണം ഇങ്ങനെയുള്ള പലരുടെയും കൂട്ടായ്മകളാണ്. ഇങ്ങനെയുള്ള പല കൂട്ടായ്മകളും ചങ്ങാത്തങ്ങളുമാണ് ഇങ്ങനെ ഒരു വാണിജ്യ കേന്ദ്രം എന്നുള്ള, വാണിജ്യത്തിനുള്ള ഒരു ഉപാധി എന്ന നിലയിൽ കൂടി സീസണെ കാണുന്ന ഒരു സ്വഭാവം ഉണ്ടായിരിക്കുന്നു. അതുകൊണ്ട് ഇതൊന്നും വേഗം കളയാൻ, നഷ്ടപ്പെടുത്താൻ ആരും തയ്യാറാകില്ല. അപ്പൊ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ വലിയ പ്രക്ഷോഭങ്ങളും ഉണ്ടാവും, വലിയ വിഷയങ്ങളുണ്ടാവും. അതുകൊണ്ട് ക്രമികമായിട്ട് ഇതെങ്ങനെ മാറ്റാം എന്നതിനെ കുറിച്ചാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഏതായാലും ഇത് നമുക്ക് നമ്മുടെ വ്രതത്തിനെ സ്വാധീനിക്കുന്നുണ്ട്, നമ്മുടെ ശരീരത്തെയും ബോധത്തിനെയും മനസ്സിനെയും സ്വാധീനിക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ചെയ്യാൻ കഴിയുന്നത് ഒരു നിർദ്ദേശം എന്ന നിലയിൽ എടുക്കുക. ഒരു ബാബര് ക്ഷേത്രം എരുമേലി സംവിധാനത്തിൽ വന്നു കഴിഞ്ഞാൽ, ഒരു ബാബര് ക്ഷേത്രം, അത് നമ്മൾ ബാബരൻ എന്നുള്ളതല്ല നമുക്ക് നാമം നിൽക്കുന്നത്, വാപുരൻ എന്നാണ്. വാപുരൻ എന്നൊരു മിത്രം ഉണ്ടായിരുന്നതിനെ കുറിച്ച് അയ്യപ്പ ഗീതയിലൊക്കെ പറയുന്നുണ്ട്. അപ്പോ അതിൽ ആ പറയുന്ന വാപുരൻ എന്നൊരു മിത്രം അയ്യപ്പൻ ഉണ്ടായിരുന്നു എന്ന് പറയുന്നത് കൊണ്ട് ഒരു വാപുര ക്ഷേത്രം
എന്നൊരു സംവിധാനം നമ്മൾ അവിടെ വികസിപ്പിക്കാൻ കഴിഞ്ഞാൽ ഒരു പരിധി വരെ നമുക്ക് അയ്യപ്പന്മാരെ ഈ ഈ പറയുന്ന അവരുടെ ബോധത്തെ മാറ്റിമറിക്കുന്ന സങ്കേതത്തിലേക്ക് കയറാതെ നമ്മുടെ ആ ഊഷ്മളമായ സങ്കേതത്തിൽ കൂടി തന്നെ വ്രതം ധരിച്ച് ശബരിമലയിലേക്ക് പ്രവേശിക്കാനുള്ള സാഹചര്യം ഒരുങ്ങും എന്നാണ് ചിന്തിക്കുക. സ്വാമിജി, നമ്മൾക്കറിയാം ഇത് ഇപ്പോ ഈ ഇസ്ലാം കടന്നു വന്ന ചരിത്രത്തിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ വളരെ വിവാദപരമായിട്ടുള്ള ചരിത്രങ്ങൾ അല്ലെങ്കിൽ വാക്കുകൾ തന്നെ നമ്മൾക്ക് പറയേണ്ടി വരും. എങ്ങനെയാണ് ഈ കള്ളച്ചരിത്രം എഴുതപ്പെട്ടത് എന്നൊക്കെ ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തമുണ്ട് എന്നറിയാം. അത്തരത്തിൽ എല്ലാം കൂടെ കണക്കിലെടുത്തുകൊണ്ട് എങ്ങനെയാണ് ആ ഒരു കൂട്ടിച്ചേർക്കൽ വരുന്നത്? കൂടുതൽ എന്താണ് സ്വാമിജിക്ക് കൂട്ടിച്ചേർക്കാനുള്ളത്? സ്വാമിജിയുടെ ആദ്യത്തെ ആ ഒരു ഏതിൽ നിന്നാണ് വന്നത്, പൂർവാശ്രമ നാമമൊക്കെ ആദ്യമായിട്ട് അറിയാം കേട്ടോ. എന്തായാലും വിജി തമ്പി സാർ അത് പറഞ്ഞു നന്നായി. പ്രേക്ഷകരും ആദ്യമായിട്ട് അറിയായിരിക്കും സ്വാമിജിയെ നേരിട്ട് പരിചയപ്പെടുന്നത് ആദ്യമായിട്ടാണല്ലോ. എങ്ങനെയാണ് സ്വാമിജി കൂടുതൽ കൂട്ടിച്ചേർക്കാനുള്ളത്? രണ്ട് കാര്യങ്ങൾ നോട്ടബിൾ ആയിട്ട് തോന്നി. ഒന്ന്, നമ്മുടെ രാമസിംഹൻജി പറഞ്ഞത്, അതായത് ഈ വാവർ എന്നുള്ള സങ്കേതത്തിന്, വാവർ പള്ളി ആ സങ്കേതത്തിന് ആരാധനാ ഇത് കൂടുന്നതോടുകൂടി മെല്ലെ മെല്ലെ അയ്യപ്പൻ എന്നുള്ളത് പ്രസക്തി കുറഞ്ഞു വരാൻ സാധ്യത. കാരണം ഈ വാവർ ക്ഷേത്രത്തിൽ കേൾക്കുന്നത് വേറൊരു ദൈവം ഇല്ല എന്നുള്ള സ്ഥാനം തന്നെയാണ് കേട്ടോണ്ടിരിക്കുന്നത്. ഇത് കേൾക്കുന്നത് ഉണ്ടാക്കുന്ന ഒരു ഇമ്പാക്റ്റിൽ സ്വാഭാവികമായിട്ടും അയ്യപ്പൻ അപ്രസക്തമാകും എന്നുള്ള ഒരു സാധ്യത അവിടെ മുമ്പിലുണ്ട്. അതുപോലെ തന്നെ വിജി തമ്പി സാർ പറഞ്ഞതുപോലെ വാവര് എന്നൊരു പേര് എന്തുകൊണ്ട് മുസ്ലിങ്ങൾ ആരും പേരിടുന്നില്ല തങ്ങളുടെ കുട്ടികൾ? വളരെ ഉത്തരം പറയേണ്ട കാര്യമാണ്. ഇപ്പൊ ഇസ്ലാമിന്റെ ഭാഗമാണ്, ഇസ്ലാമിന്റെ ആണ്. മറ്റൊരു പേരുണ്ട്, ടിപ്പു എന്നൊരു പേര് വിടാറില്ല അവരാരും. അതെ, കൂട്ടിച്ചേർത്തേ ഉള്ളൂ. അപ്പൊ ഇത് രണ്ടും വളരെ നോട്ടബിളായിട്ട് തോന്നും. അതെ. പിന്നെ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഈ പറഞ്ഞ സാന്ദർഭികമായിട്ട് തോന്നിപ്പോയതാണ്. ഈ നിലമ്പൂര് വഴിക്കടവ് റോഡില്, ആ റൂട്ടില് ഗൂഡല്ലൂര് പോകുന്ന വഴി, നാടുകാണി എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ഒരു 10-30 വർഷം മുമ്പ് അവിടെ ഒരു ജാറ ഉണ്ടായിരുന്നു. അത് അന്നൊരു അവിടെ ഒരു മുസ്ലിം ആളായിരുന്നു അവിടെ വഴി കാട്ടി കൊടുത്തിരുന്നത്. അയാൾ മരിച്ചതിന്റെ ആണെന്ന് പറഞ്ഞ് അവിടെ കുറച്ച് മുസ്ലിങ്ങൾ അവിടെ ഒരു ജാറും വെച്ചു. അപ്പൊ ആ ജാറത്തിൽ എല്ലാരും ചെന്ന് അവിടെ എന്തെങ്കിലുമൊക്കെ ഇതൊക്കെ സംഭാവനയൊക്കെ കൊടുക്കും, നേർച്ചയൊക്കെ ഇടും. അപ്പൊ വഴി യാത്രക്കാരൊക്കെ അത് ചെയ്യും, യാത്രയിൽ സുരക്ഷിതമാകും എന്ന രീതിയിൽ പറയുന്നത് അതല്ല. അവിടെ എല്ലാ മതസ്ഥരും കൂടി അവിടെ ഭക്ഷണം കഴിക്കുന്ന ഒരു രീതിയിലേക്ക് വന്നു. അവിടെ ചോറ് നേദ്യം ഉണ്ടാക്കും. അപ്പൊ അവിടെ ഹിന്ദുക്കൾ എല്ലാവരും അവിടെ വരും. ഇത് അവിടുത്തെ ചില മുസ്ലിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല. അതവിടെ ഭയങ്കര പ്രശ്നം ഉണ്ടാക്കി ആ ചോറ് കൊടുക്കാൻ പറ്റില്ല എന്ന് ഡയറക്റ്റ് പറഞ്ഞു. അപ്പൊ ഇങ്ങനെയൊക്കെ പറയുന്ന ആളുകൾ തന്നെ ഇങ്ങനെ ഇവിടെ ഒരു ക്ഷേത്രത്തിൽ ഇങ്ങനെ വലിയ മുതലെടുപ്പ് നടക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര വിരോധാഭാസമാണ്. ഇത് വാസ്തവത്തിൽ നമ്മളെ ഒരു പൊതുസമൂഹത്തെ മുഴുവൻ വിഡ്ഢികളാക്കുകയല്ലേ, അല്ലേ? അതോ ഈ പറയുന്ന വിഭാഗത്തിന് മാത്രമേ ഇങ്ങനെയുള്ള ബുദ്ധിയും കാര്യങ്ങളൊക്കെ ഉള്ളൂ? അങ്ങനെ നമ്മൾ ചിന്തിച്ചു പോകുന്നതാണ്. നമ്മള് ഇപ്പൊ ഹിന്ദുക്കൾ ആരും അങ്ങനെ ചിന്തിക്കാൻ താല്പര്യപ്പെടുന്നവരല്ല. നമ്മൾ പറഞ്ഞല്ലോ ഇവിടെ ഈ എപ്പോഴും പറയുന്ന പോലെ ലോകം മുഴുവൻ സുഖമായിട്ടിരിക്കട്ടെ എന്നൊക്കെ സങ്കല്പമുള്ളവർ തന്നെയാണ്. എപ്പോഴാണ് എന്റെ ശിരസിൽ വന്ന് കൂടുകൂട്ടുക, കിളികൾ കൂടുകൂട്ടുക എന്നൊക്കെയുള്ള പ്രതീക്ഷിച്ചിരിക്കുന്നവരാണ് ഞങ്ങളും. അപ്പൊ ഞങ്ങൾക്ക് ഈ ദേഹം പോലും ഞങ്ങൾക്ക് അങ്ങനെ വലിയ പ്രാധാന്യം കൊടുക്കുന്നില്ല. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ഒരു പാരമ്പര്യമുള്ള ഹിന്ദുക്കൾക്ക് ഇങ്ങനെയൊക്കെയുള്ള സംഗതികൾ വരുന്നത് കൊണ്ടാണ്, തിരിച്ചടികളായിട്ട് വരുന്നത്. ഇങ്ങനെയൊക്കെ സമൂഹം ഇങ്ങനെ കാണിക്കുന്നു, ചിലർ മുതലെടുപ്പിനായിട്ട് കാണിക്കുന്നു എന്നതുകൊണ്ട് മാത്രമാണ് ഈ വിധത്തിലൊക്കെ ചിന്തിക്കേണ്ടി വരുന്നത്. അപ്പൊ ഈ ക്ഷേത്രത്തെ സംബന്ധിച്ച്, നൈനാർ പള്ളിയെ സംബന്ധിച്ചിടത്തോളം അതിന്റെ ഭാരവാഹികള് ആണ് ചിന്തിക്കേണ്ടത്. ഇത് തങ്ങളുടെ ഇസ്ലാമികമായ പാരമ്പര്യമായിട്ട് ചേർന്ന് പോകുന്നതാണോ എന്ന് ചിന്തിച്ച് അവർ ഉറപ്പിക്കുക. ഇല്ലെങ്കിൽ അവർ കാണിക്കുന്നത്, ഇപ്പൊ മുനാഫ് എന്ന് പറയുന്നത് നേരെ തിരിച്ചു പറയേണ്ടി വരും. മുനാഫിക്ക് എന്ന് പറയുന്ന സാധനത്തില് കപടൻ എന്ന് പറയുന്ന സംഗതി ഇതാണ് കാപട്യം. അപ്പൊ കപടൻ എന്ന് പറയുന്ന വർഗം ഇവരാണ് എന്ന് പറയേണ്ട ഗതികേട് വരും. പൊതുസമൂഹത്തിന് മുന്നിൽ അങ്ങനെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുള്ളൂ. നിഷ്കളങ്കമായിട്ട് ചിന്തിക്കുകയാണ്. അപ്പൊ അതൊന്നും വരരുത് എന്ന രീതിയിൽ അറ്റ്ലീസ്റ്റ് ഖുറാനോടെങ്കിലും നീതി പുലർത്തുന്നുണ്ടെങ്കിൽ, ഇങ്ങനെയുള്ള ടെർമിനോളജികൾ ഒക്കെ കിടക്കുന്നത് കൊണ്ട് അതിനോടെങ്കിലും നീതി പുലർത്തുന്നുണ്ടെങ്കിൽ ഈ അവിടുത്തെ പള്ളി അധികൃതരും അതുപോലെ തന്നെ മുസ്ലിം പണ്ഡിതന്മാരും ചേർന്നിട്ട്
ഇത് ഇസ്ലാമിന് ചേർന്നതല്ല എന്ന് നിശ്ചയിച്ചുകൊണ്ട് മസ്ജിദിന്റെ കാര്യത്തിനായിട്ട് വിനിയോഗിക്കുക. ക്ഷേത്ര കാര്യങ്ങൾ ഇവിടെ ചെയ്യാനായിട്ട് വേറെ സങ്കേതങ്ങളുണ്ട്, ഹിന്ദു അയ്യപ്പ ഭക്തന്മാരുണ്ട്, ഹിന്ദു പ്രസ്ഥാനങ്ങളും മറ്റേ സമുദായങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് ഇവിടെ. പിന്നെ ഇതൊന്നും വാസ്തവത്തിൽ നേരെ പോകാത്തതിന് കാരണം ഹിന്ദുവിന്റെ ഭരണം, ഹിന്ദു ക്ഷേത്രങ്ങളുടെ ഭരണം നിർവഹിക്കുന്നു എന്ന് അവകാശപ്പെട്ടുകൊണ്ടിരിക്കുന്ന ദേവസ്വം ബോർഡ് സംവിധാനം, ഭരണ സംവിധാനം ഇതിന് അനുകൂലമായ ഒരു സ്റ്റാൻഡ് എടുക്കുന്നില്ല എന്നർത്ഥം. അതുകൊണ്ടാണ്. കാരണം ഒരു ഹൈന്ദവ സ്വത്വം ഇവിടെ നിലനിൽക്കണം, ഹൈന്ദവ ശക്തിയും ഹൈന്ദവ സ്വത്വവും പാരമ്പര്യവും സംസ്കാരവും ഒക്കെ നിലനിൽക്കണം എന്നുള്ള ഒരു ആഗ്രഹം വാസ്തവത്തിൽ ഇക്കൂട്ടർക്ക് ആർക്കും തന്നെ ഇല്ല. ഇവിടെ മാറി മാറി ഭരിച്ചുകൊണ്ടിരിക്കുന്ന അത് UDF ഭരണമാണെങ്കിലും LDFന്റെ ഭരണമാണെങ്കിലും ഇവരുടെയൊക്കെ കയ്യിലിരിക്കുമ്പോൾ, ദേവസ്വം ബോർഡ് ഇരിക്കുമ്പോൾ ഹിന്ദുവിന് മാത്രം യാതൊരു തരത്തിലുള്ള അനുകൂലവും വന്നു പോകരുത്, അബദ്ധത്തിൽ പോലും വന്നു പോകരുത്. അതാണ്, അബദ്ധത്തിൽ പോലും വന്നു പോകരുത്, അത് മറ്റുള്ളവർക്ക് തന്നെ എത്തണം എന്ന ഒരു വാശി ബുദ്ധിയോടുകൂടിയാണ് പ്രവർത്തിക്കുന്നത്. തോന്നിപ്പോകുന്നുണ്ട് പലപ്പോഴും, അങ്ങനെയാണ് കണ്ടുവരുന്നത്. എല്ലാം അങ്ങനെ തോന്നിക്കുന്ന രീതിയില്ല. നിങ്ങളെ എരുമേലിയിൽ തന്നെ എരുമേലി ക്ഷേത്രത്തിന്റെ ഫ്രണ്ടിൽ നിന്ന് മറ്റേതെങ്കിലും ഇത്രയും വലിയൊരു അന്താരാഷ്ട്ര തീർത്ഥാടന കേന്ദ്രമാണ് വാസ്തവത്തിൽ. ഇന്ത്യയുടെ മുഴുവൻ അഭിമാനമായ വിദേശത്ത് നിന്ന് റഷ്യയിൽ നിന്നും നേപ്പാളിൽ നിന്നും ഒക്കെ ആളുകൾ വരുന്നുണ്ട്. ഇപ്പോ ഇന്തോനേഷ്യ എന്നൊക്കെ വരുന്നുണ്ട്. ഇപ്പൊ ഈ അടുത്തിടെയായിട്ട് തായ്ലാന്റിൽ നിന്ന് ഭക്തര് വരുന്നുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള ഒരു ക്ഷേത്രത്തിന്റെ കവാടമാണ് എരുമേലി. അവിടെ അയ്യപ്പ ക്ഷേത്രത്തിന്റെ മുന്നിൽ ആ പരിസരം, ആ മതിലിനകത്തോട്ട് കണ്ടു കഴിഞ്ഞാൽ ആകെ അലങ്കോലപ്പെടും. അതൊരു ക്ഷേത്ര സംവിധാനമാണെന്ന് വാസ്തവത്തിൽ പറയില്ല. ഒരു ചിട്ടയും അവിടെ വേണ്ടതൊന്നും യാതൊരു കാര്യവും അയ്യപ്പ ഭക്തന്റെ മനസ്സിന് സമാധാനം, സ്വസ്ഥത നൽകുന്ന യാതൊരു സാധനവും അവിടെ ചെയ്തു വെച്ചിട്ടില്ല. പിന്നെ അവിടെ അയ്യപ്പന്മാര് കുളിക്കുന്ന വലിയ തോട്ടിലെ വെള്ളം കാണാം, എന്തോരം ചെളി അവിടെ അടിഞ്ഞു കിടക്കുന്നത്. ഇത് വേണമെങ്കിൽ കുളിച്ചിട്ട് മുങ്ങിട്ട് പൊക്കുമെന്നുള്ളതല്ലാതെ അവിടെ ഏതെങ്കിലും തരത്തിൽ പിന്നെ നടക്കുന്ന ആ വഴിത്താര അവിടെ മറ്റേ നടപ്പന്തലിനകത്തൊക്കെ മിക്കവാറും ചള്ള പിടിച്ചായിരിക്കും കിടക്കും. ഭഗവാന്റെ നേരെ മുമ്പ് ഭാഗത്ത് നടപ്പന്തലിലും ആ ഭാഗങ്ങളിലെല്ലാം ചെളി പിടിച്ച് ചള്ള വെള്ളം എല്ലാം കൂടെ വീണ് നാശമായിട്ട് കിടക്കുക. ഇത് ഹിന്ദുവിനോടല്ലാതെ ആരോട് ചെയ്യാൻ പറ്റുന്നത്? വേറെ വല്ലവരും ചെയ്തു കഴിഞ്ഞാൽ പണി അറിയും. ഒന്ന് ചെയ്തു നോക്കട്ടെ. ഇങ്ങനെ ഒരു സംവിധാനം ഞങ്ങൾ ചെയ്തോളാം എന്ന് പറഞ്ഞ് ഏറ്റെടുത്തിട്ടൊന്ന് ചെയ്ത് കാണിക്കട്ടെ. അപ്പൊ നമുക്ക് സമ്മതിക്കാം. ഇത് ഹിന്ദുവിന്റെ സങ്കേതങ്ങളെ മാത്രം ഇങ്ങനെ ഞങ്ങൾ ഭരിക്കും, ഞങ്ങൾ നന്നാക്കും എന്ന് പറയുകയും യാതൊരു തരത്തിൽ ഒന്നും ചെയ്യാതെ അപമാനിക്കുന്ന തരത്തിൽ പെരുമാറുകയും ചെയ്യുന്നത് ഒരിക്കലും ഇങ്ങനെ കണ്ടു നിൽക്കുന്നതുകൊണ്ടുള്ള കഷ്ടം കൊണ്ട് മാത്രം പറഞ്ഞു പോകുന്ന അല്ലെ. ഇതൊന്നും പറയില്ല. നമ്മൾ ആരും 100 വട്ടം പറയുന്നു, ഇതൊന്നും പറയാൻ നമ്മൾ ആരും ആഗ്രഹിക്കുന്നവരല്ല. നമ്മുടെ അടിസ്ഥാന തത്വങ്ങൾക്ക് വരെ വിരുദ്ധമാണ് ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷെ പറയാൻ നിർബന്ധിതരാകണം. അറ്റ്ലീസ്റ്റ് നിങ്ങളൊന്ന് ബഹുമാനിക്കാൻ പഠിക്കുക. ഈ ഭരണകൂടങ്ങളോടും ഈ പറയുന്ന അധികാരികളോടും ഒക്കെ അത്രേ പറയുന്നത്, നിങ്ങളൊന്ന് ബഹുമാനിക്കാൻ പഠിക്കുക. ഒന്നും സൗകര്യങ്ങളൊന്നും ചെയ്തു തരണമെന്നില്ല. നിങ്ങൾ അവിടെ പൂന്തോട്ടം ഉണ്ടാക്കി തരണമെന്നോ അവിടെ മുഴുവൻ ഭക്തിസാന്ദ്രമായ എന്തെങ്കിലും ഉണ്ടാക്കണമെന്നൊന്നും പറയും. നിങ്ങൾ അറ്റ്ലീസ്റ്റ് അയ്യപ്പന്മാരെ ഒന്ന് ബഹുമാനിക്കുക. അയ്യപ്പന്മാരെ പിടിച്ചു തള്ളുന്ന അവസ്ഥയാണ് അവിടെ എല്ലാം ഉള്ളത്. പിടിച്ച് തള്ളുകയാണ് വാസ്തവത്തിൽ. അവിടെ ഇപ്പൊ വന്ന് നോക്കിയാലേ കാണത്തുള്ളൂ. പിടിച്ച് തള്ളുക, പിടിച്ച് അടിക്കുന്നതിന് തുല്യ വാസ്തവത്തിലെ തള്ളലൊക്കെ. അപ്പൊ ഇതൊക്കെയും നോക്കിക്കൊണ്ട് ആണ് നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇടപെട്ട് പറയുന്നത്. അതുകൊണ്ട് ഹൈന്ദവ ആർജവം, ഹൈന്ദവ ബലം, ഹിന്ദുവിന്റെ ബലം എന്താണെന്ന് കാട്ടിക്കൊടുക്കുന്ന രീതിയിൽ ഇനിയുള്ള കാലമെങ്കിലും മാറിയില്ലെങ്കിൽ അധിക സമയം ഇല്ല എന്ന് എല്ലാവരും തന്നെ പറയുന്നുണ്ട്. കാരണം ഭരണ സംവിധാനങ്ങൾ വരെ കൈക്കലാക്കുന്ന തരത്തിലേക്ക് അംഗസംഖ്യ കൊണ്ട് വളർന്നിട്ടുണ്ട്. അപ്പോൾ ഇനി അധിക കാലം ഇല്ല, ഇനിയുള്ള കാലത്തെങ്കിലും ശക്തിപൂർവ്വം പ്രവർത്തിച്ചാല് ഇതിനെ ആദരിക്കുന്ന ഒരു സംവിധാനമെങ്കിലും നമുക്കിവിടെ നിലനിർത്താൻ കഴിയും. അതെങ്കിലും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ശാന്തി ശാന്തി ശാന്തി.